കാനഡയിലെ കാൽഗറി എന്ന സ്ഥലത്തെ കാഴ്ചകളാണ് ഈ കാണുന്നത്. ജോലി സാധ്യത, ജോബ് സേഫ്റ്റി, എല്ലാ കാര്യങ്ങളിലും ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ട്, ഇത്രയും കാരണങ്ങളാണ് പൊതുവെ നമ്മുടെ നാട്ടിൽ നിന്നുള്ള ആളിലേക്ക് ഇത്തരം രാജ്യങ്ങളിലേക്ക് ആകർഷിക്കുന്നത്. പഴയ കാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇപ്പോൾ ജോലി സാധ്യത കുറഞ്ഞു വരുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ അവിടെ കാണുന്നത്. പുതിയതായിട്ട് ചെല്ലുന്ന ആളുകൾക്ക് പെർമനൻ്റ് റെസിഡൻസ് കിട്ടാനായിട്ടുള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. വിദേശങ്ങളിലേക്ക് പോകുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ജോലിയുടെ സേഫ്റ്റി ഒക്കെ ഉണ്ടെന്നല്ലാതെ അവരുടെ മനസ്സെപ്പോഴും സ്വന്തം നാട്ടിൽ തന്നെയാണ് എന്നുള്ളതാണ് അനുഭവത്തിൽ നിന്ന് മനസ്സിലാവുന്നത്. ലോകത്തെവിടെ പോയി കഴിഞ്ഞാലും ഒരു മലയാളി ഉണ്ടാവും എന്ന് പറഞ്ഞ പോലെ തന്നെ ലോകത്തെവിടെ പോയി കഴിഞ്ഞാലും ഒരു കാക്കനെയും കാണാം. ഞാനിവിടെ വന്നിട്ട് കുറേ കാലമായി, നീ എന്താ ഇവിടെ എന്നാണ് എൻ്റെ ചോദ്യം. -20 വരെ തണുപ്പ് വരുന്ന ഈ കാലാവസ്ഥയിൽ ഈ കാക്കകൾ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചാണ് ഞാൻ ആലോചിക്കുന്നത്. ഏകദേശം 3-4 മാസമേ ഇത്രയും തണുപ്പ് അനുഭവപ്പെടുന്നുള്ളൂ എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു ആശ്വാസം. ഒരു നോർമൽ ക്ലൈമറ്റ് വരുമ്പോഴേക്കും എങ്ങും കാണാത്ത രീതിയിലുള്ള ചില പുഷ്പങ്ങളും ചെടികളുമൊക്കെ ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. നമ്മുടെ നാട്ടിലുള്ള ചെടികളൊന്നും ഇവിടെ കാണുന്നില്ല എന്നുള്ളതും ഒരു പ്രത്യേകതയാണ്. ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന ചെടികളൊന്നും അവിടുത്തെ കാലാവസ്ഥയിൽ നിലനിൽക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. PR കിട്ടിക്കഴിഞ്ഞ് ഏതെങ്കിലും രീതിയിൽ ഇപ്പോൾ ചെയ്യുന്ന ജോലി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് ഒരു നിശ്ചിത എമൗണ്ട് സർക്കാരിൽ നിന്നും കിട്ടിക്കൊണ്ടേയിരിക്കും എന്നുള്ളതാണ് അവിടുത്തെ എടുത്തു പറയേണ്ടതായ ഒരു പ്രത്യേകത. നാട്ടിലെത്താൻ 10-20 മണിക്കൂറുകൾ യാത്ര ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് അവിടെ പോയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്. ഒരു വണ്ടി ഹൈവേയിൽ എവിടെയെങ്കിലും ബ്രേക്ക് ഡൗൺ ആയി കിടന്നു കഴിഞ്ഞാൽ തൊട്ടടുത്ത് വരുന്ന ആളുകൾ സ്വാഭാവികമായിട്ടും വണ്ടി നിർത്തുക, എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുക. ഇതൊക്കെ ഒരു എടുത്തു പറയത്തക്ക ഒരു മോഡേൺ കൾച്ചറാണ് ഈ കാനഡയിൽ പൊതുവെ കാണുന്നത്. എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റ് പറ്റിക്കഴിഞ്ഞാൽ തന്നെ വണ്ടി ഇൻഷുറൻസ് പാർട്ടി തന്നെ വന്ന് വണ്ടി എടുത്തുകൊണ്ട് പോവുകയും നമ്മൾക്ക് ഉപയോഗിക്കാനായിട്ടുള്ള പകരം വണ്ടി തരികയും ചെയ്യുക എന്നുള്ളൊരു സംവിധാനം കാനഡയിലുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വാഹനം മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. നമ്മളുടേതായിട്ടുള്ള തെറ്റുകൊണ്ടാണ് ഒരു ആക്സിഡൻറ്റ് പറ്റുന്നതെങ്കിൽ പിന്നീട് വരുന്ന വണ്ടിയുടെ ടാക്സിലായിരിക്കും വർധനവുണ്ടാവുക. അതായത് കൂടെ ആക്സിഡൻ്റ് ഉണ്ടാക്കുന്ന ആളുകൾക്ക് ഈ താങ്ങാനാവാത്ത ഒരു ടാക്സ് ഈടാക്കുകയും അവന് വണ്ടി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ടുള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെടും. ഇതൊക്കെ നമ്മുടെ നാട്ടിലും സർക്കാർ ഇത്തരം സംവിധാനങ്ങൾ ഉണ്ടാക്കേണ്ടത് അത്യാവശ്യമാണെന്ന് എനിക്ക് തോന്നാറുണ്ട്.